ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും താഴെ മനുഷ്യവാസമില്ലാത്ത നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച വെളുത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഇത് കേവലം ഒരു സോളോ യാത്രയല്ല, ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. 6 രാജ്യങ്ങൾ, 3 ഭൂഖണ്ഡങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ. ഈ യാത്ര ഇവിടെ തുടങ്ങുന്നു, കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അന്റാർട്ടിക്കൻ സോളോ യാത്രയുടെ എപ്പിസോഡ് 1. യാത്രയുടെ ഔദ്യോഗിക തുടക്കം നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെയായിരുന്നു. വെറും ഒരു വിമാനത്താവളമല്ല ഇത്. കൊച്ചിൻ എയർപോർട്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് എന്ന പുരസ്കാരം നേടിയ നമ്മുടെ സ്വന്തം എയർപോർട്ട്. ലക്ഷക്കണക്കിന് സോളാർ പാനലുകൾക്ക് നടുവിലൂടെ ആകാശ എയറിന് വിമാനം ടാക്സി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം ഒന്ന് പ്രത്യേകം തന്നെ. കേരളത്തിൻ്റെ പൈതൃകം വിളിച്ചോതുന്ന രീതിയിലുള്ള ഇവിടുത്തെ വാസ്തുവിദ്യയും എടുത്തു പറയേണ്ടതാണ്. ഒരു സോളോ ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൃത്തിയുള്ളതും യാത്രകൾക്ക് സൗകര്യപ്രദവുമായ ഒരു തുടക്കം കൊച്ചി എയർപോർട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചു. ചെലവ് കുറഞ്ഞ സോളോ ട്രാവൽ ആയതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ആകാശ് എയർ ആയിരുന്നു. പുതിയ വിമാനങ്ങൾ, സൗഹൃദകരമായ പെരുമാറ്റം, എല്ലാത്തിനുമുപരി കൃത്യനിഷ്ഠത. കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്കുള്ള ഈ ആദ്യത്തെ പറക്കൽ എൻ്റെ അന്റാർട്ടിക്ക സ്വപ്നത്തിലേക്കുള്ള ഇന്ധനമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു സോളോ ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ്, കംഫർട്ടും ഒരുപോലെ പ്രധാനമാണ്. അവിടെയാണ് ആകാശ് എയർ ഒരു വലിയ ആശ്വാസമായത്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും ബോർഡിംഗ് ചാലുവായി ഞാൻ വിമാനത്തിലേക്ക് ബോർഡാവുകയാണ് ഇപ്പോൾ ആകാശ് എയറിലേക്ക്. പുതുപുത്തൻ വിമാനങ്ങൾ, നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റുകൾ, അതിലുപരി വളരെ ഊർജ്ജസ്വലരായ ജീവനക്കാർ. കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്കുള്ള ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ലാളിത്യവും എന്നാൽ ആധുനികവുമായ രീതികളാണ്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ വിമാന കമ്പനിയാണെങ്കിലും കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. ആകാശത്തിലെ ആ കടും ഓറഞ്ച് നിറം നമ്മുടെ യാത്രയ്ക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ലെവൽ ഒന്ന് വേറെ തന്നെ. കുറഞ്ഞ ചിലവിൽ മികച്ചൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ധൈര്യമായി ആകാശ് എയറിനെ തിരഞ്ഞെടുക്കാം. എൻ്റെ ഈ ആഗോള യാത്രയ്ക്ക് ഇതിലും നല്ലൊരു തുടക്കം കിട്ടാനില്ല. വിമാനത്തിലെ ചാർജിംഗ് പോർട്ടുകൾ സോളോ ട്രാവലർമാർക്ക്, പ്രത്യേകിച്ച് വ്ളോഗർമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ആകാശ് എയറിൻ്റെ ചിറകുകൾക്കിടയിലൂടെ ദൂരെ അറബിക്കടലിലെ നീലിമയും ബോംബെ പട്ടണത്തിൻ്റെ ഹൃദയമിടിപ്പും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിമാനം പതുക്കെ താഴ്ന്നു പറക്കാൻ തുടങ്ങി. താഴെ കാണുന്ന കാഴ്ചകൾ ഒരേ സമയം അത്ഭുതപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. ഒരു വശത്ത് ആകാശം മുട്ടാൻ നിൽക്കുന്ന വൻപൻ കെട്ടിടങ്ങൾ, മറുവശത്ത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റൺവേകളിലൊന്നായ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു എൻ്റെ ആദ്യത്തെ ലാൻഡിംഗ്. അന്റാർട്ടിക്കയിലേക്കുള്ള എൻ്റെ ഈ വലിയ യാത്രയിലെ ആദ്യത്തെ പ്രധാന ഇടത്താവളം ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തിൻ്റെ മണ്ണിലേക്ക് തന്നെയായിരുന്നു. ആകാശ് എയറിൽ നിന്ന് ഇറങ്ങി ടെർമിനൽ 2ലേക്ക് ഞാൻ നടക്കുമ്പോൾ നമ്മൾ ഒരു എയർപോർട്ടിലാണോ അതോ ഏതെങ്കിലും കൊട്ടാരത്തിലാണോ എത്തിച്ചേർന്ന് എന്നെനിക്ക് സംശയം തോന്നി തുടങ്ങി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ടെർമിനലുകളിൽ ഒന്ന്. വലിയ തൂണുകളും മയിൽപ്പീലി വിളിച്ചിരിക്കുന്ന പോലെയുള്ള മേൽക്കൂരയും നോക്കി നിൽക്കാൻ തന്നെ സമയം തികയില്ല. ഇതിനിടയിൽ എൻ്റെ ചെക്കിംഗ് എല്ലാം ഞാൻ പൂർത്തിയാക്കി ഡിപ്പാർച്ചർ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മുടെ യാത്രയ്ക്ക് ഒരുങ്ങി പോകാനുള്ള വിമാനത്തിലേക്ക് പുതിയ ക്രൂ ചേഞ്ച് ഉണ്ട്. പുതിയ ക്രൂ ജോയിൻ ചെയ്യുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ബോർഡിങ്ങും തുടങ്ങി. മുംബൈയുടെ തിരക്കുകളിൽ നിന്നും ഇനി മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക്. എത്യോപ്യൻ എയർലൈൻസിൻ്റെ കരുത്തനായ ബോയിങ് 777-300 സീരീസ് വിമാനത്തിലേക്കായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോർഡിംഗ് ശുരുവായി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വിമാനത്തിലേക്ക് കയറുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആകാശത്തിലെ ഈ രാക്ഷസ സ്വരൂപിയെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഗാംഭീര്യമാണ്. അന്റാർട്ടിക്കയിലേക്കുള്ള എൻ്റെ ലോങ് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന യാത്രകളിൽ ഒന്നാണിത്. വിമാനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എത്യോപ്യൻ സംസ്കാരത്തിൻ്റെ ഊഷ്മളമായ സ്വീകരണം നമുക്ക് അനുഭവപ്പെടും. വിശാലമായ ക്യാബിൻ, സുഖപ്രദമായ സീറ്റുകൾ, ഒരു ലോങ് ഹോൾ യാത്രയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിലുണ്ട്. എൻ്റെ സീറ്റിലിരുന്ന് പുറത്തേക്ക് റൺവേയിലെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ മണ്ണ് വിട്ട് ആഫ്രിക്കൻ ആകാശത്തേക്ക് ഉയരാൻ മനസ്സ് തുടിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഞാൻ പറന്ന് ഉയരുകയാണ്. ഒരു സുന്ദരമായ ടേക്ക് ഓഫ് രാത്രി സമയത്തായിരുന്നു ഇത്. വെളുപ്പിന് 4 മണിക്കായിരുന്നു ഡിപ്പാർച്ചർ. ഏകദേശം 4.5 മണിക്കൂർ നീളുന്ന യാത്ര. ബോംബെയിൽ നിന്നും പടിഞ്ഞോട്ട് അറബിക്കടലിന് മുകളിലൂടെ ആഫ്രിക്കൻ തീരം ലക്ഷ്യമാക്കി എന്നെയും കൊണ്ട് വിമാനം പറന്നുയർന്നു.
ബോയിങ് 777-300 വിമാനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സുസ്ഥിരതയാണ്. ഇത്രയും വലിയ വിമാനമായതുകൊണ്ട് തന്നെ ആകാശത്തിലെ ചെറിയ കുലുക്കങ്ങൾ പോലും നമ്മൾ അറിയുകയില്ല. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ വിമാനത്തിൻ്റെ റൂട്ട് മാപ്പാണ്. ബോംബെയിൽ നിന്നും പുറപ്പെട്ട് ആഡിസ് അബാബ വരെയുള്ള റൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനത്തിലെ ഇൻഫോർട്ട്മെൻറ്റ് സ്ക്രീനിൽ നിന്ന് ഞാൻ പോകുന്ന റൂട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. അറബിക്കടൽ കടന്ന് ഏതൻ കടലിടുക്കിലൂടെ മുകളിലൂടെ എത്യോപ്യയുടെ പീഠഭൂമിയിലേക്ക്. മുംബൈയിൽ നിന്നുള്ള ഏകദേശം 4.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ആഫ്രിക്കൻ ആകാശത്ത് നിന്നും താഴെ ആഡിസ് അബാബ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ആഫ്രിക്കൻ ഭാഷയായ അംഹാരിയിൽ ആഡിസ് അബാബ എന്നതിൻ്റെ അർത്ഥം പുതിയ പുഷ്പം എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7700 അടി ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരങ്ങളിൽ ഒന്നാണ് ഇത്. വിമാനം റൺവേയിൽ തൊട്ടപ്പോൾ ഉള്ളിലൊരു ചെറിയ ആവേശം. ഞാൻ ആഫ്രിക്കൻ മണ്ണിൽ കാലുകുത്താൻ പോവുകയാണ്. ഇതാദ്യമല്ല, 3ാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ യാത്രയിൽ പല പ്രാവശ്യം ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുമുണ്ട്. നമ്മുടെ കൊച്ചിയിലെ ചൂടിൽ നിന്ന് മാറി ഇവിടുത്തെ തണുത്ത കാറ്റ് വിമാനത്തിൻ്റെ വാതിക്കൽ തന്നെ എന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആഡിസ് അബാബയിലെ ബോലോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ ഏവിയേഷൻ ഹബ്ബുകളിൽ ഒന്നാണ് ഇത്. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം കൂടിയായ ഇവിടെ എത്തുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു വിമാനത്തെയും സുരക്ഷിതമായി നിലം തൊടാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ആ ടയറുകൾ. ഒരു സോളോ ട്രാവലറെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ട്രാൻസിറ്റ് സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. പുതിയ ടെർമിനലുകൾ വന്നതോടെ ഈ എയർപോർട്ട് വലിയ തോതിൽ ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രീ വൈഫൈ സൗകര്യവും യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളും വളരെ മികച്ചതാണ്. വിമാനം ഇറങ്ങി നടക്കുമ്പോൾ തന്നെ എത്യോപ്യൻ കാപ്പിയുടെ ഒരു സുഗന്ധം എവിടെ നിന്നൊക്കെയോ ഒഴുകി വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. എത്യോപ്യ വെറുമൊരു രാജ്യമല്ല, മനുഷ്യവംശത്തിൻ്റെ തന്നെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിലെ ചുവരുകളിലും ഡിസൈനുകളിലും ആ ചരിത്രത്തിൻ്റെ സ്പർശമുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ഇവിടെ ആയതുകൊണ്ട് തന്നെ ആഫ്രിക്കയുടെ രാഷ്ട്രീയ തലസ്ഥാനം എന്നും ആഡിസ് അബാബയെ അറിയപ്പെടുന്നുണ്ട്. ആഡിസ് അബാബയിലെ ബോർഡിംഗ് ഗേറ്റിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. ബോർഡ് തുടങ്ങിയും കഴിഞ്ഞു, കാണാമല്ലോ. ഇനി അധികം താമസമില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു വിമാനമല്ല, എന്നെ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്തിക്കാനുള്ള ചിറകുകളാണ്. കൊച്ചിയിൽ നിന്നും തുടങ്ങിയ യാത്ര ഇപ്പോൾ ആഫ്രിക്കയുടെ മണ്ണിൽ എത്തി നിൽക്കുന്നു. ഒരു നീണ്ട യാത്രയ്ക്ക് ഞാൻ വിമാനത്തിനുള്ളിലേക്ക് കയറുന്നു. ഇവിടെ നിന്നും എനിക്ക് പോകേണ്ടത് ലാറ്റിൻ അമേരിക്കയിലേക്കാണ്. ആദ്യം ബ്രസീലിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ സാവോ പോളോയിലേക്കും അവിടെ നിന്ന് അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ആരീസിലേക്കും. ആഫ്രിക്കയിൽ നിന്നും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് മുകളിലൂടെ 9.5 മണിക്കൂർ നീളുന്ന മടുപ്പിക്കുന്നതും എന്നാൽ ആവേശകരവുമായ വിമാനയാത്ര. ഒരു സോളോ ട്രാവലറെ സംബന്ധിച്ച് ഈ കാത്തിരിപ്പ് നിമിഷങ്ങൾക്ക് വലിയ പരീക്ഷണം തന്നെയാണ്. വിമാനം ടേക്ക് ഓഫിന് വേണ്ടി ബാക്കിലേക്ക് പുഷ് ബാക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നിലുള്ളത് അനന്തമായ നീലാകാശവും താഴെ അറ്റ്ലാന്റിക് മഹാസമുദ്രവുമായിരിക്കും. 9.5 മണിക്കൂർ വിമാനത്തിനുള്ളിൽ ഇരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ ലക്ഷ്യം അന്റാർട്ടിക്ക ആയതുകൊണ്ട് ഈ ക്ഷീണമൊന്നും എന്നെ ബാധിക്കുകയില്ല. അങ്ങനെ ഏഷ്യയിൽ നിന്നെത്തിയ ഞാൻ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ നിന്നും വീണ്ടും ടേക്ക് ഓഫ് ആകുന്നു ലാറ്റിൻ അമേരിക്കയിലേക്ക്, സൗത്ത് അമേരിക്കയിലേക്ക്. വളരെ മനോഹരമായി തന്നെ ഒരു ടേക്ക് ഓഫ് ചെയ്ത് ആഡിസ് അബാബ എയർപോർട്ടും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും കാണാൻ നമുക്ക് ജനലിലേക്ക് വെളിയിലേക്ക് നോക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വിമാനം. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഈ വിമാനത്തിൽ യാത്രക്കാർക്ക് മികച്ച ഇൻഫോർടൈൻമെൻറ്റ് സൗകര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ കണ്ടും ഇടയ്ക്ക് അല്പം ഉറങ്ങിയും ഞാൻ ആ ദൂരം കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു വലിയ യാത്രയ്ക്ക് ഞാൻ പുറപ്പെടുന്നതിന് മുൻപായിട്ട് നാട്ടിൽ നിന്നും എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് വേണ്ടി തന്ന ഒരു 6-7 മലയാള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഈ യാത്രയിൽ. വിമാനത്തിൻ്റെ മാപ്പിൽ വിമാനം പതുക്കെ ലാറ്റിൻ അമേരിക്കയോട് അടുക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത സന്തോഷമാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ ബ്രസീലും അർജൻറ്റീനയും എന്നും ഒരു വികാരമാണല്ലോ. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒരു ടെക്നിക്കൽ ലാൻഡ് ഉഗാണ്ടയിലെ NTB എയർപോർട്ടിൽ നടത്തി. അത് ഫ്യൂലിങ്ങിന് വേണ്ടിയായിരുന്നു. ബ്രസീലിൻ്റെ തലസ്ഥാനമായ സാവോ പോളോയ്ക്കുള്ള യാത്രയുടെ പാതി വഴിയിൽ വിമാനം പെട്ടെന്ന് താഴത്തേക്ക് താഴാൻ തുടങ്ങി. വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കണ്ടത് അതിമനോഹരമായൊരു വലിയ തടാകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ വിക്ടോറിയ തടാകം. ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഉഗാണ്ടയുടെ NTB അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇതൊരു നിശ്ചിത സ്റ്റോപ്പ് ആയിരുന്നില്ല, മറിച്ച് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി, അതായത് റീഫ്യൂലിങ്ങിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഇടത്താവളം മാത്രമായിരുന്നു ഇത്. ഏകദേശം 1.5 മണിക്കൂർ സമയം ഈ ആഫ്രിക്കൻ മണ്ണിൽ ചെലവഴിക്കാൻ എനിക്ക് വീണ്ടും അവസരം ലഭിച്ചു.
ആ ടെക്നിക്കൽ ലാൻഡിങ്ങിന് ശേഷം വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വിക്ടോറിയ തടാകത്തിന് മുകളിലൂടെയാണ് നമ്മുടെ വിമാനം യാത്ര ചെയ്യുന്നത്. ഉഗാണ്ടയിൽ നിന്നും ബ്രസീലിലേക്കും അവിടെ നിന്ന് അർജൻറ്റീനയിലേക്കുമുള്ള യാത്രയിൽ എന്നെ കാത്തിരുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളായിരുന്നു. ആ കടമ്പകൾ ഞാൻ എങ്ങനെ കടന്നു? അന്റാർട്ടിക്കയിലേക്കുള്ള എൻ്റെ കപ്പൽ എനിക്ക് പിടിക്കാനായോ? ആവേശകരമായ ആ യാത്രയുടെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ.